നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ ചിത്തർപീഠം ശിവരാജ യോഗി സംസാരിക്കുന്നു. ഇപ്പോൾ ഞാൻ കാശിക്ക് ചെന്ന് വന്ന് ഒരാഴ്ച കാശിയിലുണ്ടായിരുന്നു. അപ്പോൾ കാശിയിൽ വരുന്നതെക്കുറിച്ചും അതിനെക്കുറിച്ച് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. കാശി വന്ന ഹിന്ദു മതത്തിൽ ഹിന്ദുക്കൾക്ക് ഒരു ക്ഷേത്രം വെച്ചാൽ ഫസ്റ്റ് റാങ്കിങ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കാശി, പിന്നെ അവന്തിക, ഇങ്ങനെ പഞ്ചക്ഷേത്രം, പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ ശിവനക്ക് ഇന്ത്യ ഫുള്ളാവുണ്ട്. ജ്യോതിർലിംഗങ്ങളിലിരിക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ കാശിക്ക് എന്തോന്ന് വിശേഷങ്ങൾ, അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന അതേക്കുറിച്ചാണ് പറയുന്നത്. കാശിക്ക് വയസ്സായ തന്നെ പോകാമെന്ന് ചില ആളുകൾ വിചാരിച്ചാൽ ഇല്ല, അവർ ഏത് ഏജ് വേണമെങ്കിലും പോകാം. അവിടെ പോയി ദർശനം ചെയ്തിട്ട് വന്നാൽ അവരുടെ ആസ്ട്രൽ ബോഡി, കാസൽ ബോഡി, ഫിസിക്കൽ ബോഡിയിലുള്ള നെഗറ്റീവ് വൈബ്രേഷനൊക്കെ മാറും. ഗംഗയിൽ കുളിക്കുമ്പോൾ ആ ഗംഗയിലുള്ള വെള്ളത്തിന് ആസ്ട്രൽ എനർജി കൂടുതൽ. അതാണ് ആകാശഗംഗ എന്ന് പറയുന്നത്. ആകാശത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഗംഗ ശിവൻ്റെ തലയിൽ വീണ് അത് കാശി വരുമ്പം പഞ്ചതീർത്ഥമായിരിക്കുന്നു. അതാണ് വിശേഷം. ഋഷികേശിൽ വരുമ്പോൾ അത് ഒരു തീർത്ഥം, അലഹബാദ് വരുമ്പോൾ അത് 3 തീർത്ഥമാകുന്നു. യമുനയും സരസ്വതിയും ചേർന്ന് 3 തീർത്ഥം. പിന്നെ കാശി വരുമ്പം വരുണ, അസി, ഇത് 2 നദിയും കൂടെ ചേർന്ന് പഞ്ചതീർത്ഥമാകുന്നു. അതിൽ കുളിച്ചാൽ അതിൽ നെഗറ്റീവ് വൈബ്രേഷനൊക്കെ പോകും. അതിൽ യാതൊരു മാറ്റമില്ല. അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ ഗംഗ വെള്ളത്തെ മാത്രം എത്ര കൊല്ലം വെച്ചാലും കെടാതെ അങ്ങനെ ഇരിക്കും. ഇതുപോലെ ഇന്നും ചില സ്പെഷ്യലുണ്ട്. അത് നിങ്ങൾ പോയാൽ നേരെ കാണാം. ഇതിന് സയൻസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കില്ല. അതാണ് അതിലുള്ള സീക്രട്ട്. ഇപ്പോൾ അവിടെ കാക്ക നിറയുണ്ട്. ഇപ്പോൾ കാക്ക ശബ്ദം ഉണ്ടാകില്ല. നിങ്ങൾ പോയാൽ അത് നിങ്ങൾ നോക്കാം. ഗരുഡൻ വന്ന് ചുറ്റില്ല, ഗരുഡൻ അവിടെ ചുറ്റില്ല. പല്ലി വന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ല. ഇതിപ്പോൾ താമസിച്ചാൽ നിങ്ങൾ ഇപ്പോഴും കാണാം. ഗരുഡൻ എന്തുകൊണ്ട് ചുറ്റില്ലെന്ന് പറഞ്ഞാൽ രാമേശ്വരത്ത് ശിവലിംഗം പ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടി ശ്രീരാമർ ഹനുമാനെ കാശിക്ക് അയച്ച് അവിടെ നിന്ന് ഒരു ശിവലിംഗം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എടുത്തുകൊണ്ട് വരുമ്പോൾ അത് ഏത് ശിവലിംഗം സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ കാലഭൈരവർ അവിടെ വന്ന് ഈ ഹനുമാൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടെ എടുക്കാൻ നോക്കില്ല, തരാൻ നോക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബൈ ഫോഴ്സ് എടുക്കാൻ പോയപ്പോൾ അവർ തമ്മിൽ 2 പേർക്കും യുദ്ധം നടന്നു. അപ്പോൾ ദേവകളൊക്കെ വന്ന് ഇത് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, 2 പേരും മരണമില്ലാത്തവர்கள், എന്നാൽ ഈ ശിവലിംഗത്തെ കൊടുത്തയക്കാൻ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തയച്ചു. അപ്പോൾ ഈ ശിവലിംഗം ഇത് തന്നെയെന്ന് കാട്ടി കൊടുത്തത് ഗരുഡൻ ഒന്ന് റൗണ്ട് അടിച്ചു, മഹാവിഷ്ണുവിൻ്റെ ഗരുഡൻ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഹനുമാൻ അത് ട്രേസ് ചെയ്തത്. അപ്പോൾ ഹനുമാൻ ഒരു സംശയം, ഈ ശിവലിംഗം തന്നെയാണ് അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത്. അപ്പോൾ പല്ലി കുറിയടിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ, അപ്പോൾ ഇളക്കാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് കാലഭൈരവർ വന്ന് ശാപം ഇട്ടതാണ്, ഗരുഡൻ ഇനി കാശിൻ്റെ അകത്ത് കയറി വെട്ടാടാൻ പാടില്ല, ആ കാശിൻ്റെ അകത്ത് കയറാൻ പാടില്ല എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് നിന്ന് നോക്കിയാൽ അറിയാം, ഗരുഡൻ പുറത്ത് കാണാൻ, അകത്ത് കയറി വരില്ല. അതും ഒരു അത്ഭുതം. അത് പല്ലി കുറിയും പല സൈസ് പല്ലി, ചെറുത്, വലുത്, വെള്ള, കറുപ്പൊക്കെ ആയിരിക്കും. നിങ്ങൾ പോകുമ്പോൾ നോക്കാം, അത് എന്ന് ശബ്ദം ഉണ്ടാകില്ല. അത് ഇതുപോലെ എന്ന് വെച്ചാൽ കാശിയിൽ മാട് മുട്ടില്ല. അവിടെ ഒരുപാട് മാടുകൾ. കാശി പഴയ നഗരമാണ്. 25,000 കൊല്ലത്തിൻ്റെ മുമ്പ് ഉള്ള സിറ്റി. അതിൽ ചെറിയ ചെറിയ തെരുക്കൾ തന്നെ ഉണ്ടാവും. അതിലെല്ലാം നീറ്റ കല്ലുകളൊക്കെ പായി പേവ് ചെയ്ത് അതിൻ്റെ അടിയിൽ ഡ്രെയിനേജൊക്കെ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിയാണ്. ഏൻഷ്യൻ്റ് സിറ്റി. ലോകത്തുള്ള 3-4 സിറ്റിയിൽ മികവും പഴമയായിട്ടുള്ള ഓൾഡ് സിറ്റിയാണ് കാശി സിറ്റി. അവിടെ മാടുകളൊക്കെ ഒരുപാട് നിങ്ങൾ പോകുമ്പോൾ അത് ആരെയും മുട്ടില്ല, അടി കൊടുത്താലും മുട്ടില്ല. ഇത് നിങ്ങൾക്ക് നേരെ കാണാം. അതുപോലെ എന്തെന്ന് വെച്ചാൽ മുതല, കാശി ഒരു പ്രത്യേക മുതല ഗംഗയിലുള്ളത്. അത് ചെറുതായിരിക്കും, ബ്യൂട്ടിഫുള്ളായിരിക്കും. ഗംഗയിൽ നിങ്ങൾ വേറെ യൂട്യൂബിലൊക്കെ കാണാം, പല സൈസിൽ വലിയ വലിയ മുതലയൊക്കെ ഉണ്ട്. ഇത് ചെറിയ മുതല, ബ്യൂട്ടിഫുള്ളായിരിക്കും. അത് തന്നെ ഗംഗാജിയുടെ വാഹനമായിട്ട് കരുതുന്നു. ഈ മുതലയും 64 കടവിൻ്റെ അകത്ത് വരില്ല. അതിൻ്റെ അകത്ത് അത് വരുമ്പോൾ അതിന് കണ്ണ് മങ്ങലാവും, ഒന്നത് തിരിച്ചു പോയി കളയും. ഈ അത്ഭുതം നടക്കും. നിങ്ങൾ എവിടെ ഇതുവരെയും കേട്ടില്ല, ഈ 64 കടവിൻ്റെ അകത്ത് ആരും മുതല കടിച്ച് മരിച്ചിട്ടില്ല. കാരണം ഇതാണ് സീക്രട്ട്. അതേസമയം 64 കടവ് കഴിഞ്ഞ് അത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയാൽ അവിടെയൊക്കെ മുതലമുണ്ട്. അത് ഇപ്പോൾ കാണാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണൽ വാരുന്നവർ
ആ മുതലയിടുന്ന മുട്ടയും ചേർത്ത് എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് ആ ഇനം. അത് ലോകത്ത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇനമാണ്. അപ്പോൾ മുതല വന്ന് ഈ 64 കടവിൻ്റെ അകത്ത് വരില്ല. ഇനി എന്തെന്ന് വെച്ചാൽ പിണം നാറില്ല. പിണം എന്ന് വെച്ചാൽ നമ്മൾ ഡെഡ് ബാഡി ഇരിക്കുന്നു. അതായത് കാശി എന്ന് വെച്ചാൽ ശ്മശാനം എന്ന് പറയും. എന്ന് വെച്ചാൽ അവിടെ ഡെയിലി 100-200 പണം എരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ബാഡ് സ്മെൽ വരില്ല. നിങ്ങൾക്കറിയാം, എവിടെയെങ്കിലും നാട്ടിൽ ഒരു ഡെഡ് ബാഡി ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് ചുറ്റിയുള്ളവർക്ക് വരും, അനുഭവിക്കാൻ പറ്റും. ഇവിടെ നൂற்றுകണക്കിന് ഡെയിലി എരിച്ചാലും ബാഡ് സ്മെല്ലേ ഉണ്ടാവില്ല. അത് ഒരു വിശേഷമാണ്. അത് പല കമ്മ്യൂണിറ്റി, പല ആഹാര രീതിയുള്ള എല്ലാവരും അവിടെ കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഡെഡ് ബാഡി കൊണ്ട് റാം നാം സച്ച് ഇങ്ങനെയാണ് വഴിനടുവ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഡെഡ് ബാഡിയെ തൂക്കി കിലോമീറ്റർ കണക്കിന് കൊണ്ടുവരുമ്പോൾ ഒരു റാം നാം സച്ച് അങ്ങനെയെന്ന് പറയുന്നത് കൊണ്ടുവരുന്നത്. അതായത് അവിടെ മരിക്കുന്നവർക്ക്, കാശിയിൽ മരിക്കുന്നവർക്ക് മുക്തി എന്നുണ്ട്. അതിൽ അവിടെ മരിക്കുന്നവർക്ക് ശിവൻ അവർ ലാസ്റ്റ് സമയത്ത് അവരുടെ കാതിൽ ഓംകാരം ഒന്ന് പറഞ്ഞ് അവർക്ക് മുക്തി കൊടുക്കുന്നെന്നുള്ള ഒരു വരലാറ് ഇരിക്കുകയാണ്. അപ്പോൾ ആ ഡെഡ് ബാഡി അവിടെ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ അകത്ത് പോയി നിൽക്കാം. മണികർണിക, ഇത് ഹരിചന്ദ്രഘാട്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ അവർ ഇരിക്കുന്നുണ്ട്. അവിടെ പിന്നെ 50 പിണ എരിഞ്ഞുകൊണ്ടിരിക്കും, ബാഡ് സ്മെല്ലേ ഉണ്ടാവില്ല. ഒരുപാട് ഫോറിനേഴ്സ് വന്ന് അവിടെ ഫോട്ടോയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു അത്ഭുതമാണ്. അടുത്ത് പൂ മണം ഉണ്ടാവില്ല. ഞങ്ങൾ പൂക്കട, നമുക്കൊരു പൂ വിൽക്കുന്ന ഒരു കടയുടെ അടുത്ത് പോയി നിന്നാൽ മൂക്ക് ഫുള്ള മണം നമുക്ക് അനുഭവപ്പെടും. പക്ഷേ ഇത് കാശിയിൽ പൂക്കളുണ്ട്, പക്ഷേ അതേമാതിരി മണം ഉണ്ടാവില്ല. അതും ഒരു അത്ഭുതമാണ്. രണ്ടാമത് എന്തെന്ന് വെച്ചാൽ അവിടെ വന്ന് ഈ കാശിയിൽ നാള്, നക്ഷത്രം, തിഥി ഇതൊക്കെ നോക്കേണ്ട കാര്യമില്ല. അത് കാരണം വെച്ചാൽ അത് വന്ന് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വന്ന് ഈ അവരുടെ ആൻസെസ്റ്റേഴ്സിന് തിഥി കൊടുക്കാം, തർപ്പണം കൊടുക്കാം, അതിന് നാള് നക്ഷത്രം നോക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ എന്തെന്ന് വെച്ചാൽ അവിടെ ശ്രീചക്രം മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോൾ ശ്രീചക്രം അവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ വന്ന് ആ കാശി അകത്ത് ചെന്നിട്ട് വന്നാലേ നിങ്ങളുടെ ദേഹത്തിലുള്ള നെഗറ്റീവ് വൈബ്രേഷനൊക്കെ മാറും. ഗംഗയിൽ കുളിക്കുമ്പോൾ മാറുന്നുണ്ട്. അന്നപൂർണേശ്വരി 84 ലക്ഷം യോനിഭേദങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ദേവിയാണ്. അവർ നിങ്ങളുടെ അന്നമയ കോശത്തിൽ വിഷങ്ങളിൽ ഇരുന്നാൽ മാറ്റുന്നതും മേൽക്കൊണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള ആഹാരം ജീവിതം ഫുള്ളാക്കി കിട്ടാനുള്ള ഒരു പുണ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിശാലാക്ഷി നിങ്ങളുടെ ആസ്ട്രൽ ബോഡിയിലുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റും. ശിവൻ കാസൽ ബോഡിയിൽ വരുന്ന നെഗറ്റീവ് എനർജി മാറും. അപ്പോൾ നെഗറ്റീവ് എനർജിയൊക്കെ മാറിയാലും വീണ്ടും നാട്ടിൽ വന്ന് എല്ലാവരും പഴയ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും അത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ കാശി ചെന്ന് ഒരു ക്ലെൻസിങ് പ്രോസസ്സ് അവിടെ ചെന്ന് ഗംഗയിലും കുളിച്ച് ഈ ക്ഷേത്രങ്ങളിൽ വന്ന് ഇത്ര അല്പം നടക്കുന്ന സ്ഥലത്ത് ഒരു 2 ദിവസമോ 3 ദിവസമോ, ഞാൻ 4 മാസം വരെ ഇരുന്നിട്ടുണ്ട്. ഇത് ഇരുന്നിട്ട് വന്നാൽ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ടാണ് കാശിയുടെ വിശേഷം. കർമ്മങ്ങൾ മാറും എന്നുള്ള പറയാനുള്ള കാരണം അതാണ്. ആവശ്യമാണ്. കാശിക്ക് ചെന്നാൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലുള്ള സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഹനുമാൻ ഘാട്ട്, ഹരിചന്ദ്ര ഘാട്ട്, കേദാർ ഘാട്ട് എന്ന് അവിടെ പോയാൽ താമസിക്കാനുള്ള സ്ഥലവും സൗത്ത് ഇന്ത്യൻ ഫുഡും കിട്ടും. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ ഗൈഡൻസും തരാം. നന്ദി, നമസ്കാരം.